ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാവുകൾ മുട്ടട്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ ഒരു ജോഡി വിരിഞ്ഞിട്ടുണ്ട്. ആ വിരിഞ്ഞതിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 2 കുട്ടികളെ കണ്ടിരുന്നു. 4 മുട്ട വെച്ചിരുന്നിട്ട് ഒരു മുട്ട പൊട്ടിപ്പോയി. പിന്നെ ഒന്ന് ഇതേമാതിരി കെട്ടു. പിന്നെ 2 വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വിരിഞ്ഞിൽ ഇപ്പോൾ ഒരു കുട്ടിനെ ഇപ്പോൾ കാണുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ആയി എന്താണെന്നുള്ളത് അറിഞ്ഞില്ല. നമ്മളെന്താ വെച്ചാൽ വർക്കിന് പോകണതായതുകൊണ്ട് നമുക്ക് ദിവസം അങ്ങനെ അതിൻ്റെ മേലേക്ക് കയറാൻ പറ്റുന്നില്ല. വർക്കിന് പോയി വരുമ്പോൾ ടൈം ഒഴുകിയിട്ട് അങ്ങനെ പിന്നെ പ്രാക്കളെ നോക്കാനൊന്നും ടൈം കിട്ടാനില്ല. അതിനെ ചെറിയ അനിയനാണ് നോക്കൽ. ഓന് പിന്നെ അതിൻ്റെ കൂടുതൽ മേലൊക്കെ അങ്ങനെ കാണൂല. അപ്പോൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു കുട്ടിയുള്ളൂ അതിനെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ വേറൊരു ജോഡി മുട്ടയിട്ടാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ കൂടിൻ്റെ മേലെ മുട്ടയിട്ടിട്ട് ഞാൻ വെച്ചുകൊടുത്ത് പറഞ്ഞല്ലോ. അടിയത്തെ കൂട്ടിക്ക് 2 മുട്ട അടിയത്തെ പ്രാവിന് വെച്ചെടുത്താണ് 4 നോക്കിയെന്ന് പറഞ്ഞല്ലോ. ആ മേലെ ഇട്ടിന്ന് 2 മുട്ട എടുത്തിട്ട് വെച്ചെടുത്തത്. അപ്പോൾ ആ പ്രാക്കൾ ഇപ്പോൾ വീണ്ടും വേറെ മുട്ട ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ആ പ്രാക്കളാണിത്. അതിൻ്റെ ആൺപ്രാവാണ് ഇപ്പോൾ ഇരിക്കണം. ആൺപ്രാവുകൾ ഇരിക്കുന്ന ടൈമാണ് ഇപ്പോൾ രാവിലെ. അതേപോലെ തന്നെ മേലത്തത് വെറുതെ ആ മുട്ട അങ്ങനെ കിടക്കാണ്, ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല. വിരിയാനായിപ്പോൾ ഇനിയിപ്പോൾ നരമ്പുണ്ടോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. ഇപ്പോൾ അതിന് വലിയ ശല്യം കൊടുക്കേണ്ട കരുതിയിട്ട് പിന്നെ ഉള്ളത് അതിലാണ്. ഉണ്ടാവും ഒരു കുട്ടിയേ ഉള്ളൂ. അതിനെ ചവിട്ടിക്കണം. ഈ ഒരു കുട്ടി തന്നെ ഉള്ളൂ ഇപ്പോൾ അതിൽ. പിന്നെ അതേപോലെ ഇനിയിപ്പോൾ അടുത്ത് മുട്ടടാൻ കിടക്കുന്നത് അപ്പോൾ ഈ പ്രാക്കളാണ്. ഇവിടെ ചുള്ളി കൂട്ടിക്കണം. അതിൻ്റെ ഈ പെണ്ണ് നമ്മൾ അടിയത്തെ കൂട്ടുന്ന പ്രാവാണ്. നമ്മളെ ഇത് ആണ് തുണ ഒറ്റയ്ക്ക് നടന്നിട്ടേ അതിനായിട്ട് ജോഡിയാക്കിയതാണ്. ഈ പ്രാവ് അടിയത്തിനായിട്ട് ജോഡിയാക്കിയതാണ്. പോലും മുട്ടകളെ ഒരുക്കങ്ങളിലാണ് പോലും കൂട്ടി കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ കുറച്ച് കോഴിക്കുട്ടികളെ വാങ്ങിക്കുന്നുണ്ട്. കോഴിക്കുട്ടികൾ ഒരു 1 2 3 4 5 6 7 8 9 ഉണ്ട്. ഇതിൽ 9 എണ്ണം, ഇതിൽ 2 എണ്ണം ആയിട്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ വലുതായിരിക്കും. ഇതൊന്നാണ് ഈ കൂട്ട് കിട്ടുന്നത്, ഈ വലുത് കണ്ടില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മളെ പ്രാവിൻ്റെ കൂടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ പെൺപ്രാവ് അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ജോഡിയുടെ പെൺപ്രാവ് അത് നമ്മൾ ഈ പ്രാവിൻ്റെ കുട്ടിയാണ്. ഈ മേലെ കിടക്കുന്ന ഈ പ്രാവിൻ്റെ കുട്ടിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സെയിം കളറുള്ള സാധനം അവിടെ ഉള്ളതുണ്ട്. ആ കോർണറിൽ കിടക്കണുണ്ടോ, അവിടെ കിടക്കുന്നതാണ്. ബാക്കിയുള്ള പ്രാവുകളൊക്കെ പിന്നെ നമ്മൾ അടിയത്തെ കൂട്ടത്തതായിട്ടും ഒക്കെയാണ് ഉള്ളത്. അതേപോലെ കംപ്ലീറ്റ് ഒരു പ്രാവ് ഇതിൻ്റെ മേലെ ഇതിനാണ് ഇപ്പോൾ ഒരു കുട്ടി ഉള്ളത്. 2 ഉണ്ടായിരുന്നു. ഒന്ന് പോയി.